ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചെയ്യാൻ പറ്റിയുള്ള ഒരു വർക്ക് സൈറ്റാണത്. അപ്പോൾ ബ്ലാക്ക് ടൈലാണ് ചെയ്തിരിക്കുന്നത്. 45 ആണ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. 45 ആണ് വർക്ക് ചെയ്തത്. ഫ്രണ്ടിൽ തന്നെ 2 സ്റ്റെപ്പാണ്, സൈഡിലും ഫ്രണ്ടിലും. ഫസ്റ്റ് കണ്ടതാണ് ഫ്രണ്ട് സ്റ്റെപ്പ്. ഈ സൈഡ് വരുന്ന സ്റ്റെപ്പാണ് ചെറുത് ഇപ്പം കാണുന്നത്. ഈ ഇട്ടിരിക്കുന്നത് 4-2 ടൈലാണ്. ഇവിടെ അതിമനോഹരമായ ഒരു കോട്ടിയുടെ ആക്കിയിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇവിടെയും നമ്മൾ 45 ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് ഉള്ളിലായിട്ട് ചെടി നടേണ്ട പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മൾ വരാന്തിട്ട് അതേ ടൈലാണ് സെൻട്രൽ ഇട്ടത്. മൊത്തത്തിൽ അത് തന്നെയാണ് ഇട്ടത്. അതുപോലെ ഇതാ സെൻട്രൽ കയറിപ്പോണേ ഇടത്ത് ഭാഗത്തൊരു നല്ല ഒരു ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് ബാത്റൂം. മൊത്തം സ്പേസർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേസർ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. യോജിച്ച് നല്ല ഫ്ലോർ ടൈപ്പ് കാപ്പി. അതുപോലെ ജനലിന് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ടൈല് ചെയ്താണ് ഇവിടെയാണ്. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ഒരു തട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ടൈല് വെച്ചിരിക്കുകയാണ് കാണുന്നത്. അതും 45 ആണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ നേരെ സെൻട്രലിൽ രണ്ടാമതും കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു തട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് ബേസിനാണ് വരുന്നത്. ഇവിടുന്ന് അതിമനോഹരമായ ഒരു ടൈലാണ് ഈ കാണുന്നത്. ചിത്രപ്പണിയുള്ള നല്ല അടിപൊളി ടൈല്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ബേസിനാണ്. ബേസിൻ സെറ്റാക്കിയിട്ട അടുത്ത് നമ്മൾ കയറാൻ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂം. അതുപോലെ നമ്മുടെ ഇവിടെയും തട്ട് നമ്മൾ 45 ആണ് ചെയ്തിരിക്കുന്നത്. ഇത് സിമെൻറ്റ് തട്ടാണ്. കംപ്ലീറ്റ് സിമെൻറ്റിൻ്റെ വർക്കാണ് കാണുന്നത്.
അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്പർ ആ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ തോന്നുന്നവർക്ക് നമ്പർ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമാണ് ഈ കാണുന്നത്. ബേസ് വരും. അതുപോലെ തന്നെ ബാത്റൂം കുറച്ച് ലൈറ്റ് കുറവുണ്ട്, ക്ഷമിക്കണം. ഒരു ഗ്രേ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് കുറവുകൊണ്ട് മനസ്സിലാകുന്നുണ്ടാവില്ലേ. അതുപോലെ തന്നെ സെൻട്രലിൽ തന്നെ ഒരു ബാത്റൂം കൂടിയുണ്ട്. അത് മൊത്തം സ്പേസിൽ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ജനലിൻ്റെ അട നമ്മൾ ബ്ലാക്ക് സൈഡ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ടൈല് കൊണ്ട് ചെയ്തത്. ബ്ലാക്ക് ടൈലാണ് ഈ കാണുന്നത്. നമ്മൾ സെൻട്രലിൽ തന്നെ അടുക്കളയാണ് ഈ കാണുന്നത്. അടുക്കള ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. അപ്പം ഈ തട്ടും ഗ്രാനൈറ്റ് അല്ല, ടൈലാണ് ഈ കാണുന്നത്. അപ്പം അത് നമ്മൾ 45 അടിച്ചിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ 45 ആണ് അടിച്ചത്. അപ്പോൾ ഇവിടെ വരുന്നത് അടുപ്പാണ്. അടുപ്പ് വെക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ബേസിനൊക്കെ സെറ്റ് ചെയ്ത് വെയിറ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ജനലിൻ്റെ മറിവിലും നമ്മൾ ബ്ലാക്ക് ടൈൽ ഇട്ടേക്കുന്നത്. മൊത്തം വൈറ്റ് ആയതുകൊണ്ട് അതിന് നല്ലൊരു രസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കാണുന്നത് വർക്ക് ഏരിയയാണ്. അപ്പോൾ വർക്ക് ഏരിയയിൽ മാത്രം നമ്മൾ ബ്ലാക്ക് ടൈലാണ് ഫ്ലോർ കൊടുത്തത്. വേറെ തന്നെ ബ്ലാക്കാണ്, മാറ്റ് ബ്ലാക്ക്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഐവറി ടൈലാണ് ഈ വാൾ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊക്കത്തിലായിട്ട് നമ്മൾ ബ്ലാക്ക് ടൈലിനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്ന മറ്റേ അതായത് ഫുള്ളായിട്ട് നമ്മൾ തട്ട് കൊടുത്തത് ബ്ലാക്ക് തന്നെയാണ്. എല്ലാ തട്ടും കൊടുത്തത് ബ്ലാക്ക് തന്നെയാണ്. ഇത് ഫുൾ ബോഡി ടൈലാണ് ഈ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ മോൾഡ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് പോളിഷ് കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ സെൻട്രലിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ നമ്മളെ ഒരു സ്റ്റെയറാണ് കാണുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ ചെയ്തത് നമ്മൾ 45 ആണ് അടിച്ചിരിക്കുന്നത്. ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വലിയ സ്കേർട്ടിങ്ങില്ല, ചെറിയ സ്കേർട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്ന സൈഡിലേക്ക്. സ്റ്റെപ്പായിട്ടുള്ള അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാം നിലയം കയറിയിരിക്കുകയാണ്. അപ്പം 2 ബെഡ്റൂമാണ് മേലെയുള്ളത്.
അതുപോലെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നീല കളറാണ് നമ്മൾ ടൈല് കൊടുത്തിരിക്കുന്നത്. നമ്മളെ പോലീസിൻ്റെയിലും നീലയില്ലേ, അതേ നീല കളറാണ് ഈ വാൾച്ചവരമ്മ കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബ്ലാക്കാണ്. എല്ലാം നമ്മൾ സ്പേസ് വെച്ചാണ് ചെയ്തത്. 2ാം നിലയാണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട്, ആരൊന്നും പറയരുത്. അത് നമ്മൾ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് സെൻറ്ററാണ്, ടോപ്പിലെ സെൻറ്ററാണ്. ഇതിലൊരു ടൈൽ കൊടുത്തില്ല, അങ്ങോട്ട് ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ കോട്ടയാണ്ട് മേലത്തെ വ്യൂ കാണാം. ഇതാണ് കോട്ടയാണ്ട് മേലത്തെ വ്യൂ. നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. കയറിപ്പാണ് കാണുന്നത് ബാത്റൂമാണ് ഈ കാണുന്നത്. അപ്പം ഐവറി ടൈലാണ് നമ്മൾ കൊടുത്തത്. വാൾ ടൈല് കൊടുത്തത് ഐവറിയാണ്. അതുപോലെ തന്നെ അതിന് മാച്ചായ കാപ്പി ടൈലാണ് നമ്മൾ ഫ്ലോർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജെല്ലിന് കൊടുത്തത് ഫ്രെയിം ബ്ലാക്കാണ്. 45 അല്ല. ഫുൾ ബോഡി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോളിഷ് ചെയ്യാൻ പറ്റിയത്. ഫുൾ ബോഡി അല്ലെങ്കിൽ അത് വൈറ്റായിട്ട് കാണിക്കും. അപ്പുറം ഇല്ലതുപോലെ തന്നെയാണ് ഈ ബെഡ്റൂം. മൊത്തം വൈറ്റാണ് കൊടുത്തിട്ട് തട്ടില്ല. അടുത്ത് പോകുന്നത് നമ്മൾ സിറ്റ് ഔട്ടിൽ കാണാം. 2 നില സിറ്റ് ഔട്ടാണ്. ലൈറ്റ് ഗ്രേ ടൈലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം പുറത്ത് മേലെ റൂഫൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെയും സ്പേസർ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം സ്പേസറാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് ബ്ലാക്ക് നമ്മൾ ബോർഡർ കൊടുത്തത് ബ്ലാക്കാണ്. കുറച്ചുകൂടെ ടൈല് ബാക്കിയുള്ളതുകൊണ്ട് അത് നമ്മൾ വൈറ്റ് കൊടുത്ത് 45 ആണ് കംപ്ലീറ്റ് അടിച്ചിരിക്കുന്നത്.